കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വിഫ്റ്റാണ്. നല്ല കണ്ടീഷൻ സ്വിഫ്റ്റാണ്. ഒരു ഗ്രേ കളറിൽ വന്നിരുന്ന സ്വിഫ്റ്റാണ്. 2014 മോഡൽ വണ്ടി. അതേപോലെ തന്നെ നല്ല വൃത്തി തന്നെ ഉപയോഗിച്ച വാഹനമാണ്. കളർ ഗ്രേ ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടി കൂടിയാണ്. നമ്മൾ വൈറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഗ്രേ കളർ. അപ്പോൾ ഒരു വണ്ടി LXI ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ അതിൻ്റെ കണ്ടീഷൻ, ബോഡി ക്വാളിറ്റി എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എൻഡ് വരെ കാണുക. അതിനുള്ളിൽ നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു സ്വിഫ്റ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഒരു ഗ്രേ കളറാണ് വന്നേക്കണം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും നല്ല കളേഴ്സിലൊരു കളറാണ് ഈ ഒരു ഗ്രേ. യാതൊരു രീതിയിലുള്ള ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നില്ല. അപ്പോൾ എവിടെ പോയാലും നമുക്കിപ്പോൾ സ്വിഫ്റ്റിൻ്റെ വൈറ്റ് ആയിരിക്കും മെയിനായിട്ട് നമ്മൾ കാണാറ്. പക്ഷേ ഗ്രേ കളറൊക്കെ കാണൽ കുറവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സൈഡും ആർച്ചും ടോപ്പും ബോട്ടം എവിടെ നോക്കിയാലും നമുക്കൊരു കാര്യമായിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ എടുത്തു വരേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്കിവിടെ സൈഡിലേക്കും അതേപോലെ ഫ്രണ്ട് പോർഷനും ഡോർസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. 2 ഡോറായാലും ഇവിടെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഫ്രണ്ട് പോർഷനൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു രീതിയിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ഫ്രണ്ടിലൊന്നും കിട്ടുന്നില്ല. കണ്ടോ, വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ നമുക്കിനി വീൽ ആർച്ചിലേക്ക് പോകാം. ഈ വീൽ ആർച്ച് നോക്കാൻ പൊട്ടിക്കൊരു ചെറിയ സ്ക്രാച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണാനില്ല. അതേപോലെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. വീൽ കപ്പ് നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇവിടെ ഫ്രണ്ടിലെ ബോണറ്റ് നോക്കാം. ബോണറ്റിലും സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിലും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ നമുക്കിനി സൈഡിലേക്കും അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലാമ്പ് നോക്കാം. ലാമ്പായാലും ഗ്രില്ലായാലും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലാമ്പ്സിലോ കിട്ടുന്നില്ല. താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വീൽ ആർച്ചിലേക്ക് പോകാം. വീൽ ആർച്ച് ആയാലും ഇവിടെ നീറ്റായിട്ട് വീൽ ആർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. നല്ല വീൽസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 ഡോർ നോക്കാം. 2 ഡോറായാലും നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആണോ, അതേപോലെ നമുക്ക് ബാക്കിലേക്ക് വരാം. ഇവിടെ ചെറിയൊരു സ്പോയിലർ അല്ല കേട്ടോ, അത് ഇൻബിൽഡ് വന്നതാണ്. വിൻഷീൽഡ് ഓക്കെയാണ്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് സെൻസേഴ്സൊക്കെ വന്നേക്കണം. ബമ്പേഴ്സും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. വീലാർച്ചും നീറ്റായിട്ട് നീങ്ങിയ വീലാർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടേക്കും ഡോർസും നമുക്കിവിടെ കാണാൻ പറ്റും. ഡോർ നോക്കുമ്പോൾ ചേട്ടി ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്ക് ഇവിടെ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ 2 സീറ്റ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന 2 സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. ഡാഷ്ബോർഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ്സ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ നമുക്കിനി കീ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 79,000 അറൗണ്ട് കിലോമീറ്റേഴ്സാണ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. 79 ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതിൻ്റെ 1 സെക്കൻഡ് 45,000 കിലോമീറ്ററാണ് വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയേക്കണേ. അതേപോലെ നമ്മൾ ബാക്കിലേക്ക് വരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് കിട്ടേക്കണേ. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയത് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. LXI ആയതുകൊണ്ട് നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂമും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യാം. എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്വിഫ്റ്റ് കണ്ടു കഴിഞ്ഞു. LXI മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന വണ്ടി കൂടിയാണ്. പിന്നെ LXI ആണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വിലയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 3.25 ലക്ഷം രൂപയാണ്. 3.75 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതെല്ലാം വിളിച്ച് സംസാരിച്ചാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. വോയിസ് അയച്ചേക്കാം. കോൾ ചെയ്ത് ചിലപ്പോൾ എടുത്തുന്ന പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.